ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ജീവിത വിജയം എന്നാൽ അവനവൻ്റെ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കുന്ന വിജയമാണ്. മനസ്സിനെ അവനവൻ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന വിജയമാണ്. അപ്പം അവനവന് തന്നെ അവനവൻ്റെ മനസ്സിനെ വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്തു തരുന്ന, നമുക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കി തരുന്ന ഒരു മാർഗദർശന ശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പം മനോവികാസ ശാസ്ത്രം, മനപരിവർത്തന ശാസ്ത്രം എന്നൊക്കെ ഗീതയെ അതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടുന്ന ഒരു പ്രധാന കാര്യം, മനുഷ്യന് അവനവൻ്റെ ആത്മശക്തിയെക്കുറിച്ച്, ഉൾശക്തിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. കാരണം നമ്മൾ പഠിച്ചതൊക്കെ പല വിഷയങ്ങളാണ്. മനസ്സെന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. അപ്പം മനസ്സെന്നൊരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഗീത പഠിക്കുന്നതും ഭാരതത്തിലുള്ള ആചാര്യന്മാരടുത്തൊക്കെ പോകുന്നത്. അപ്പം അച്ഛനമ്മമാർ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ അല്പനേരത്തേക്കെങ്കിലും പ്രാണായാമം, പ്രണവം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളെ പരിശീലിപ്പിച്ച്, ചില അഭ്യാസങ്ങളെ പരിശീലിപ്പിച്ചെടുത്താൽ അല്പമെങ്കിലും ഒരു ഉൾക്കാഴ്ച ആളുകൾക്കുള്ളവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടായാൽ ക്രമേണ അവരുടെ ദൗർബല്യങ്ങളെ അവർ മനസ്സിലാക്കും. ദൗർബല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിന് വേണ്ടത്ര സന്തോഷമില്ല, മനസ്സിന് വേണ്ടത്ര സുഖമില്ല, മനസ്സിന് വേണ്ടത്ര ഒരു സംതൃപ്തിയില്ല, മനസ്സിന് വേണ്ടത്ര ഒരു മനോബലമില്ല. ഇത്തരം ദൗർബല്യങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ വഴിവിട്ട ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ലഹരിയിലേക്കൊക്കെ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അച്ഛനമ്മമാരുണ്ടാക്കിയ ദുരന്തം തന്നെയാണ്. കാരണം ലഹരിയിലേക്ക് എന്തിനാണ് മനുഷ്യൻ പോകുന്നത്? ലഹരിയൊക്കെ ഉപയോഗിച്ച് സുഖം കിട്ടും, മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം മനുഷ്യ മനസ്സിൽ ഒരു സുഖക്കുറവ്, ഒരു സംതൃപ്തിക്കുറവ്, അത് ഉള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ ശരിയായ വിധത്തിൽ എങ്ങനെ പരിഹരിച്ചെടുക്കാമെന്ന് അച്ഛനമ്മമാർ പറഞ്ഞു തരുന്നില്ല. കാരണം അച്ഛനമ്മമാർക്ക് ആ മാർഗം അറിയില്ല. അതുകൊണ്ട് കുട്ടികൾ വിചാരിക്കണോ, കൂട്ടുകാർ പറയണോ, ഇതങ്ങനെ വലിച്ചാലൊരു സുഖമുണ്ട്, അല്ലെങ്കിൽ ഇത് കുത്തിവെച്ചാൽ സുഖമുണ്ട്, ഇത് ഉപയോഗിച്ചാൽ സുഖമുണ്ട്. കുറേ എണ്ണം അങ്ങനെ ജീവിതത്തിൽ സുഖം തരുന്നു. ചിലതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ അതാണ് സുഖമെന്ന് കരുതി ആക്രോശിച്ചും ബഹളം വെച്ചും സിന്ദാബാദ് വിളിച്ചും അങ്ങനെ ജീവിതം തുളയ്ക്കുന്നു. വേറെ കുറേ എണ്ണം പ്രേമം എന്ന് പറയട്ടെ, അതിൻ്റെ പിന്നാലെ കുറേ ഈ കന്നിമാസത്തിലെ പട്ടികളെപ്പോലെ ഇങ്ങനെ പുറകിൽ നടന്ന് കുറേ കഴിഞ്ഞാൽ കടിയും കൊരയൊക്കെ കിട്ടി അവസാനം കയ്യും കാലും പൊളിഞ്ഞ ഒരു അവിടെ കിടക്കും. പിന്നെ കുറേ എണ്ണം കല്യാണം കഴിഞ്ഞിട്ട് കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി ബഹളം വെച്ച് അവസാനം ഒന്നൊന്നിനെ കുത്തി മറ്റതിനെ കുത്തി അങ്ങനെ പത്രം. അതാണ് ജീവിതം. നോക്കൂ നിങ്ങൾ, ഡെയിലി ഇത് തന്നെ, ഈ ക്രൂരവും മാരകവും അക്രമവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം. എന്നിട്ട് എന്ത് സുഖം! ഇവരൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ജീവിതം നയിച്ചത്. പക്ഷേ സുഖത്തേക്കാൾ ഉപരി ദുഃഖങ്ങളും ദുരന്തങ്ങളും വേദനകളും പ്രയാസങ്ങളും, അവസാനം ജീവിതം തന്നെ താളം തെറ്റിപ്പോകുന്ന, നശിച്ചു പോകുന്ന ഈ ദുർഘടമായ ദുരന്ത കഥാപാത്രങ്ങളായി മാറുകയല്ലേ നമ്മുടെ ആളുകൾ. ഇതിനാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട്. അച്ഛനമ്മമാരതിൻ്റെ ഒരു തുടക്കം കുറിക്കേണ്ടത് വീടുകളിൽ പ്രാണായാമവും പ്രണവവും ക്ഷേത്രങ്ങളിൽ പോയി കുറച്ചു നേരമൊക്കെ നാമസ്മരണാദി സംസ്കാരങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ അല്പമെങ്കിലും തൻ്റെ മനസ്സിനെക്കുറിച്ചൊരു ചിന്ത വന്നാൽ, അല്പമെങ്കിലും ആ കുട്ടികൾക്ക് മനസ്സ് എവിടെയോ മനസ്സിന് ചില കുറവുകളുണ്ട്. ഇപ്പം ധാരാളം കുട്ടികൾ, ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം, കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കും, കോൺസെൻട്രേഷൻ ഇല്ല, പേടിയുണ്ട്, ഭയം, പഠിക്കാൻ പേടി, പല സബ്ജക്റ്റും പേടി. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴുണ്ടല്ലോ മനസ്സിലാക്കേണ്ടത് ആ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങളുണ്ട്, കുറവുകളുണ്ട്. ഈ കുറവുകളെ മാറ്റാനുള്ള മാർഗം എന്താണ്? ഇതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തത്. ഈ മാർഗത്തെക്കുറിച്ച് അറിയില്ല. അതിനാണ് ഗീത പഠിക്കേണ്ടത്. കാരണം മനസ്സിൻ്റെ കുറവുകളെ, മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ പരിഹരിക്കാനുള്ള മാർഗമാണ് ഗീത. നിങ്ങൾ നോക്കൂ, 2-ാം അധ്യായത്തിൽ അർജുനന് കൃത്യമായിട്ട് ഭഗവാൻ അതാ പറഞ്ഞു കൊടുക്കുന്നത്. അർജുന,
ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ. തെക്ത ഉത്തിഷ്ഠ പരന്തപ. നിന്റെ ഹൃദയ ദൗർബല്യം, അവിടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ടല്ല. ഈ ഹാർട്ട് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹാർട്ട്, മൈൻഡിനെയാണ്. അപ്പം മനസ്സിൻ്റെ ദൗർബല്യത്തെ തെക്ത ഉത്തിഷ്ഠ, നീ അതിൽ നിന്നും സടകുടഞ്ഞെണീറ്റാലും. അപ്പം മനസ്സിന് ദൗർബല്യമുണ്ടെന്ന്, അർജുനൻ്റെ മനസ്സിന് പ്രശ്നങ്ങളുണ്ടെന്ന് കൃഷ്ണൻ തിരിച്ചറിയുമ്പോൾ കൃഷ്ണൻ ഉടനെ പറയുന്നു തെക്ത ഉത്തിഷ്ഠ പരന്തപ. അതിൽ നിന്ന് അതിനെ വിട്ടുകൊണ്ട് നീ ഉത്തിഷ്ഠ, പുറത്ത് കടന്നാൽ. പക്ഷേ ഈ പുറത്ത് കടക്കാനുള്ള വഴി കൃഷ്ണൻ അറിഞ്ഞാലല്ലേ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൃഷ്ണൻ അറിയുന്നത് കൊണ്ടാണ് ഗീതോപദേശം എന്ന് പറയുന്നത്. ഗീതോപദേശം എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ മനസ്സിലുള്ള ദൗർബല്യങ്ങളെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്ന് അർജുനന് വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഗീതോപദേശം. അപ്പം കൃഷ്ണനത് അറിയുന്നത് കൊണ്ടാണ് കൃഷ്ണൻ തെക്ത ഉത്തിഷ്ഠ എന്ന് പറയുന്നത്. നമുക്കങ്ങനെ പറയാൻ പറ്റാത്തതിന് കാരണം നമുക്കറിയില്ല. ഇപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പരിഹരിക്കാൻ ഓരോ മതങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ വന്നോന്ന്, നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം. അവസാനം പ്രശ്നമല്ല പരിഹരിക്കപ്പെടുന്നത്, അവരുടെ പൈസയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കാരണം ഇവർ പ്രാർത്ഥിച്ചപ്പോൾ പൈസ കൊടുക്കേണ്ടി വന്നു. പ്രശ്നം ഒട്ട് മാറിയതുമില്ല, പൈസ ഇട്ട് പോവുകയും ചെയ്തു. വേറൊരു കൂട്ടരാണെങ്കിൽ പറയുന്നത് ഈ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കുക, അവിടേക്ക് ഇങ്ങോട്ട് വരും, അവിടെ അടിപൊളിയാണെന്നാണ്. ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ അത് തീർത്തു, ഇവിടെ എങ്ങനെയാണ്. ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സിനെ സങ്കുചിതമാക്കി വികസിക്കാൻ അനുവദിക്കാത്ത കുറേ സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടല്ല ഭാരതത്തിൻ്റേത്. ഭാരത ഋഷിവര്യന്മാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സ് പ്രശ്നങ്ങളുണ്ടല്ലേ, മനസ്സിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ മനസ്സിന് പ്രശ്നങ്ങളുണ്ടെന്ന് നാം അറിയുന്നുണ്ടല്ലോ. എനിക്കറിയാമല്ലോ, എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ഇല്ല, പരീക്ഷയ്ക്ക് പേടി വരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര ഓർമ്മിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പലതും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് വളരെ റെസ്റ്റ്ലെസ്സാണ്, ഞാൻ വളരെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്കിങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ഒരിടത്ത് ഇരിക്കുമ്പോഴേക്കും വളരെ ബോറടിക്കുന്നു, മനസ്സ് റെസ്റ്റ്ലെസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കണോ, ഐ നോ ഇറ്റ് ബിക്കോസ് ഐ ആം കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. എനിക്ക് ബോധമുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ട്. ഇപ്പോൾ ഒരാൾ ദുഃഖിക്കുന്ന ഒരാൾ പറയുന്നു എനിക്ക് വല്ലാത്ത വിഷമട്ടോ, എങ്ങനെ അറിയാം, എനിക്ക് ബോധമുണ്ട്. വേറൊരാൾ പറയുന്നു എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഒരു വിരസത തോന്നുന്നു, എങ്ങനെ അറിയാം, എനിക്ക് ബോധമുണ്ട്. എനിക്കെന്തോ അലസത തോന്നുന്നു, പണിയെടുക്കാൻ പറ്റുന്നില്ല, എങ്ങനെ അറിയാം, ബോധമുണ്ട്. അപ്പം എല്ലാവരും ഒരു വാക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ബോധമുണ്ട്. ആ ബോധത്തെക്കുറിച്ച് നമുക്ക് എന്താ അറിയുക, ഒന്നും അറിയില്ല. കാരണം ബോധം സൂക്ഷ്മമാണ്, അതിനെക്കുറിച്ച് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, ആർക്കും അറിയില്ല. ഇതൊക്കെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ പഠിച്ചതെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കണ്ടേ? ബോധമില്ലാത്തതാണോ? എല്ലാവർക്കും ഉള്ളതല്ലേ ബോധം. അപ്പം ആ ബോധത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. കാരണം ബോധം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു വസ്തുവല്ല, പ്രത്യേകിച്ചൊരു വസ്തുവല്ലാത്തതുകൊണ്ട് അതിന് രൂപമില്ല, രൂപമില്ലാത്തതുകൊണ്ട് ശക്തിയാണ്, ശക്തി അനന്തമാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ദുർബലമാണെന്ന് പറയാൻ പറ്റുമോ? എനർജി ഈസ് ആൾവേസ് പവർഫുൾ, എനർജി കാൺട്ട് ബി വീക്ക്. എനർജി ഒരിക്കലും ദുർബലമല്ല, എനർജി വളരെ ശക്തിയുള്ളതാണ്. എന്നാൽ അതേ എനർജി നമ്മൾ പറയുന്നു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതേ എനർജി, ഒരേ എനർജി തന്നെയാണ്. എനർജിക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് അതിൻ്റെ രണ്ട് സ്വഭാവമാണ്. എനർജി എപ്പോഴും എനർജി തന്നെയാണ്. എനർജി ഈസ് ഓൾവേസ് എനർജി. ഈ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ സാധനം തന്നെയാണ്. അപ്പം അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളെന്ന് പറയുന്നത് എനർജിയുടെ രണ്ട് ഭാഗങ്ങളാണ്. ഈ എനർജിക്ക് എപ്പോഴും രണ്ട് ഭാഗങ്ങളുണ്ട്, നെഗറ്റീവ് സൈഡും പോസിറ്റീവ്. ഇപ്പം നിങ്ങൾ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണും ന്യൂട്രോണും ചേർന്നാലേ അതിനെ ആറ്റം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇപ്പം എനർജി എന്ന് പറയുന്നതിൽ ഇറ്റ് ഇൻക്ലൂഡഡ്, രണ്ടും ചേർന്നതാണ്. അന്തരീക്ഷം എന്ന് പറയുന്നത് പകലും രാത്രിയും ചേർന്നാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഭൂമി കറങ്ങുമ്പോൾ ഷെയ്ഡ് വരും. സൂര്യൻ നമ്മളിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എപ്പോൾ നമ്മുടെ ഭാഗത്ത് സൂര്യകിരണം പതിക്കാതെ വരുന്നു, ആ ഷെയ്ഡ് വന്നാൽ അതിന് ഇരുട്ടും നമ്മൾ വിളിച്ചേ പറ്റുള്ളൂ. എപ്പോൾ നമ്മൾ സൂര്യൻ അഭിമുഖമായി വരുന്നു അതിന് വെളിച്ചം നമ്മൾ വിളിച്ചേ പറ്റുള്ളൂ. അപ്പം അത് രണ്ടും ഈ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. കാരണം ഷെയ്ഡ് യു കാണ്ട് അവോയ്ഡ് ഇറ്റ്.
ഇതുപോലെയാണ് നെഗറ്റീവും പോസിറ്റീവും. അപ്പം നമ്മുടെ മനസ്സിൽ ദൗർബല്യങ്ങളുണ്ടാവാം എന്ന് വെച്ച് നമ്മൾ ദൗർബല്യത്തിൽ വീഴണമെന്നാണോ? നമ്മളിൽ അതിനെ മറികടക്കാനുള്ള പോസിറ്റീവ് പവറുമുണ്ട്. ആ കോൺഷ്യസ്നെസ്സിന് പോസിറ്റീവ് പവറുണ്ട്. നമ്മളിതിനെ നെഗറ്റീവ് മാത്രം കാണുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നു, എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഞാൻ ദുഃഖിയാണ്, ഞാൻ വിഷമമുള്ളതാണ്, പ്രയാസം. നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. അവർ വിഷമം മാത്രമേ കാണുന്നുള്ളൂ. അതേ ശക്തിയുടെ പോസിറ്റീവ് സൈഡ് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അതങ്ങനെ കാണാൻ പറ്റില്ല. കാരണം അതിന് ചില പരിശീലനങ്ങൾ ആവശ്യമുണ്ട്. ഭൂമി കറങ്ങുമ്പോഴാണല്ലോ പകലും രാത്രി ഉണ്ടാവുന്നത്. ഭൂമി സൂര്യൻ അഭിമുഖമായി വരാത്തിടത്തോളം കാലം ഭൂമിയിൽ അന്ധകാരം മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൽ വിഷമങ്ങളും വേദനകളും അങ്ങനെ നിറഞ്ഞ് ആ ഷെയ്ഡിൽ നിൽക്കുമ്പോൾ ആ മനസ്സൊന്ന് കറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിലെ പോസിറ്റീവ് പവർ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ ആ പോസിറ്റീവ് പവറിലേക്ക് മനസ്സിനെ ഒന്ന് കറക്കണം, മനസ്സിനെ ഒന്ന് തിരിക്കണം. ഭൂമി ഒന്ന് കറങ്ങുമ്പോൾ, സൂര്യൻ്റെ അഭിമുഖമായി വരുമ്പോൾ പ്രകാശം തട്ടുന്നത് പോലെ നമ്മളുടെ ശക്തിയിലേക്ക് മനസ്സിനെ ഒന്ന് കറക്കണം. ഇത്രയേ വേണ്ടൂ. ആ മനസ്സിനെ ഒന്ന് നമ്മുടെ പോസിറ്റീവ് ശക്തിയിലേക്ക് കറക്കിയെടുക്കാനുള്ള മാർഗമാണ് ഗീത കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗീത പഠിക്കണം എന്ന് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ കറക്കിയെടുക്കാനുള്ള വിദ്യ, നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള വിദ്യ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുമ്പോൾ നാം മനസ്സിലാക്കണം, മനസ്സ് നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് വിഷമവും വേദനയും. ആ മനസ്സിനെ പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരണം. ഈ പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കാരണം ഇറ്റ് ഈസ് പോസിബിൾ. If the mind can turn into the negative, the same mind can turn into positive, because in the energy, in the power, two sides are there. രണ്ട് ഭാഗമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാവാൻ പറ്റില്ലല്ലോ, മറ്റേ ഭാഗത്തേക്കും വരണമല്ലോ. അപ്പം മറ്റേ ഭാഗത്തെ പോസിറ്റീവ് സൈഡിലേക്ക്, അതിൻ്റെ ആ എനർജി പാർട്ട്, അല്ലെങ്കിൽ എന്താണ് പവർഫുൾ ആയിട്ടുള്ള എനർജി പാർട്ടിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള, ടേൺ ചെയ്യാനുള്ള, അതിനെ നമുക്ക് കറക്കാനുള്ള ഒരു വിദ്യയാണ് ഗീത കാണിച്ചു തരുന്നത്. അപ്പം അതിന് നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകണം. കാരണം ഗുരുക്കന്മാരുടെ അടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് ചില സാധനകൾ പറഞ്ഞുതരാം. ഭൂമി താനെ കറങ്ങിക്കോളും, മനസ്സങ്ങനെ കറങ്ങില്ല. എങ്ങനെയാണ് ഈ മനസ്സിനെ ഒന്ന് പോസിറ്റീവ് സൈഡിലേക്ക് കറക്കി കൊണ്ടുവരേണ്ടത്, എങ്ങനെ ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നത് ആ മാർഗം ആരെങ്കിലും ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരികയും വേണം. നാം അതുപ്രകാരം അനുഷ്ഠിക്കുകയും വേണം. ഇപ്പോൾ ഗുരുക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്ന പാത മനസ്സിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്നും പോസിറ്റീവ് സൈഡിലേക്ക് എങ്ങനെ മനസ്സിനെ ടേൺ ചെയ്യാം, അപ്രകാരം നമ്മളതിനെ ടേൺ ചെയ്യാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളൊരിക്കലും ദുർബലനുമല്ല, ദുഃഖിയുമല്ല, നിങ്ങളൊരിക്കലും ജീവിതത്തിൽ തളരേണ്ടവരുമല്ല. അപ്പം മനസ്സെങ്ങാനും അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് പോയാൽ അതൊരിക്കലും നന്നാവില്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ദിവസവും സൂര്യൻ നമ്മൾ ഉദിക്കുന്നു അസ്തമിക്കുന്നു പറയും. വാസ്തവത്തിൽ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നില്ല, അതവിടെ സ്ഥായിയായിട്ട് നിൽക്കുക. സംഭവിക്കുന്ന നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ നമ്മളിരിക്കുന്ന വശത്ത് അങ്ങനെ കറങ്ങുന്ന ഒരു അർദ്ധഭാഗത്ത് സൂര്യൻ്റെ കിരണം നേരിട്ട് തട്ടുമ്പോൾ നമുക്കിവിടെ പകലൊക്കെ അനുഭവപ്പെടുന്നു. അങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു അവസ്ഥ വരെ അനുഭവിക്കുന്നു. അപ്പോഴേക്കും ഭൂമി കറങ്ങി നമ്മുടെ ഭാഗം സൂര്യന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നു. അതായത് സൂര്യൻ്റെ കിരണം പറ്റാത്ത വിധത്തിലേക്ക് നമ്മുടെ ഭൂമി നിൽക്കുന്നു. സൂര്യകിരണം പറ്റുന്നത്, ഭൂമി കുറച്ചൊരു ചെരിഞ്ഞിട്ടാണല്ലോ, ഇപ്പോൾ സൂര്യൻ്റെ കിരണം ഒരു ഭാഗത്ത് മാറ്റുമ്പോൾ മറുഭാഗത്ത് സൂര്യകിരണം പറ്റാതെ വരുമ്പം ആ ഭാഗം ഷെയ്ഡ്, ഇരുട്ടിൻ്റെ ഷെയ്ഡ് നിറഞ്ഞതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യ വെളിച്ചത്തിൻ്റെ ആ വെളിച്ചം കൊണ്ട് കടക്കാത്തതിൻ്റെ ഒരു ഷെയ്ഡാണ് നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഇരുട്ട് നമുക്ക് തീവ്രമാകുന്നു എപ്പോൾ അവിടെ സൂര്യൻ അങ്ങനെ ഉദിച്ച് അവിടെ ഒരു മധ്യാഹ്നത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ ഇരുട്ട് തീവ്രമായി. അത് കഴിഞ്ഞ് ആ മധ്യാഹ്നം കഴിഞ്ഞ് സൂര്യൻ അങ്ങനെ അസ്തമിക്കാൻ അവിടെ ശ്രമിക്കുമ്പോൾ ആ സൂര്യൻ്റെ കിരണം പതുക്കെ 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 നമ്മുടെ അവിടേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആ ഇരുട്ടിൽ നിന്നകന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, സൂര്യൻ അങ്ങനെ ഭൂമി അങ്ങനെ കറങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ എതിർവശത്ത് സൂര്യകിരണം ഭൂമിയിൽ തട്ടുമ്പോൾ നമ്മളിരിക്കുന്ന വശത്ത് ഇരുട്ടാണെന്ന് വിചാരിക്കുക.
അവിടം കൊണ്ട് ഭൂമിയുടെ കറക്കം നിന്നുപോയി, ഭൂമി അതിൽ കുരുങ്ങിപ്പോയി. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരവസ്ഥയിൽ ഇരുട്ട് തന്നെ, എന്ന് ഇരുട്ടായിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും. കാരണം ഇവിടെ സൂര്യനില്ലല്ലോ. ഭൂമി ഒന്ന് നിന്നുപോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മളുണ്ടല്ലോ കാറോ വണ്ടിയോ കൊണ്ടുപോകുന്ന സമയത്ത് ചളിക്കുണ്ടിലൊക്കെ പെട്ടുപോകുന്നത്. അങ്ങനൊരു ചളിയുള്ളൊരു ഭാഗത്ത് മണ്ണ് ഇളകിയിരിക്കുന്ന ആകെ, അതും നല്ല കട്ടിയുള്ള കളിമണ്ണ് പോലുള്ള സ്ഥലത്ത് എങ്ങാനും വണ്ടിയുടെ വീല് കുരുങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി വെറും മണലുള്ള സ്ഥലത്ത്, നനഞ്ഞ മണലുള്ള സ്ഥലത്ത് വീല് കുരുങ്ങി കഴിഞ്ഞാൽ കറങ്ങാം എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങൾക്ക് തള്ളാനും പിടിക്കാനും ഒക്കെ ആരെങ്കിലും വേണ്ടി വരും. അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥയും അതുപോലെയാണ്. പല വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മനസ്സ് ആ ചളിക്കുണ്ടിൽ കടന്ന് ചക്രം കറങ്ങുന്ന പോലെ അതിലങ്ങനെ കറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുക ചക്രശ്വാസം വലിക്കുന്നു. ആ വാക്കും അങ്ങനെയാണ്. വല്ലാത്തൊരു ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അങ്ങനെ കറങ്ങുകയാണ് ഈ കാറിൻ്റെ ചക്രം പോലെ ഈ അഹങ്കാരത്തിൻ്റെ ചക്രം അങ്ങനെ കറങ്ങുക. രണ്ടിലും കാറുണ്ട്, ഒന്നിൽ അഹങ്കാർ, മറ്റതിൽ സാധാരണ കാർ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറക്കത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ കഴിയും. അതിനുള്ള ശക്തി നമ്മളിലുണ്ട്. അതിനെന്താ വേണ്ടത്? ആ മനസ്സിനെ ഒന്ന് കറക്കണം. ഇപ്പോൾ കാറിൻ്റെ ചക്രം കുരുങ്ങി കിടക്കുമ്പോൾ അല്പം കുറച്ച് കല്ലോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ആ ചക്രം ചളിയിൽ നിന്ന് പുറത്ത് കിടക്കണം. ഒരു ഗ്രിപ്പുള്ളതിൽ പിടിക്കണം. ഒരു ഗ്രിപ്പുള്ളതിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് സ്ലിപ്പാവില്ല. അപ്പം അങ്ങനെ ഒരു ഗ്രിപ്പ് അതിന് കൊടുത്ത് അങ്ങനെ അതിനൊന്ന് തള്ളി പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ കാറിനെ ഈ ചളിയിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുന്ന പോലെ ഈ മനസ്സിനെ ഇപ്പം അങ്ങനെ തള്ളാൻ പറ്റും. ആരെങ്കിലും പുറകിൽ തള്ളിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സങ്ങോട്ട് പുറത്തു വരൂ. അപ്പം മനസ്സിനെ അതിൻ്റെ ദുഃഖ ദുരിതങ്ങളായ ചളിക്കുണ്ടിൽ നിന്നും സംസാര സാഗരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള വിദ്യ, ആ വഴികൾ കാണിച്ചു തരുന്നവരാണ് ഗുരുക്കന്മാരും അതുപോലെ ഗീത പോലുള്ള ശാസ്ത്രങ്ങളും. അപ്പം അതുകൊണ്ട് നമ്മൾ ആചാര്യന്മാരെടുത്തു പോകേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? തമാശ പറയാനോ കഥ പറയാനോ അല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. നമുക്കങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകേണ്ടിയിരിക്കണം. നമ്മുടെ മനസ്സ് അനുഭവിക്കുന്ന വിഷമങ്ങളെ, വേദനകളെ, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എനിക്കെന്താണ് വഴിയുള്ളത്? നിങ്ങൾക്ക് വിവേക ചൂടാമണി എന്ന കൃതിയിൽ ശങ്കരാചാര്യസ്വാമികൾ പറയും. അവിടെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, കോ നാമബന്ധ കഥമേഷ ആഗത. എങ്ങനെയാണ് ബന്ധനമുണ്ടായത്? എൻ്റെ മനസ്സെങ്ങനെയാണ് ദുഃഖ ദുരിതങ്ങളിൽ വീണ് പെട്ടുപോയത്? എങ്ങനെ എനിക്ക് അതിൽ നിന്നും പുറത്ത്? കോ നാമബന്ധ കഥമേഷ ആഗത കോ മുക്ത. ഞാൻ അതിൽ നിന്ന് എങ്ങനെ മുക്തനാവും? എനിക്കതിൽ നിന്ന് എങ്ങനെ മോക്ഷം കൈവരിക്കാം? മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം? എനിക്ക് തദേത, അത് തന്നെ എനിക്ക് പറഞ്ഞു തരൂ. അതുപോലെ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹത്തിന് സർപ്പശാപം, മരിക്കുമെന്നുള്ള ശാപം കിട്ടിയപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവത. പുരുഷസ്യ യത്കാര്യം, ഈ മനസ്സിനെ അതിൻ്റെ ദുരിതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ യത്കാര്യം, ഏതൊരു കാര്യമാണ്? മ്രിയമാണസ്യ സർവത. മരണഭയം എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ആ മരണഭയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ യത്കാര്യം, എന്തൊന്നാണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ്. അല്ലാതെ എന്നെ രക്ഷിക്കുമോ എന്നുള്ളതല്ല, എനിക്കെങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓരോ വ്യക്തിയും ഇങ്ങനെ ചിന്തിച്ചാലുണ്ടല്ലോ, നിങ്ങളൊരു മതത്തിലും അന്ധമായി കുരുങ്ങിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഇവിടെ. യത്കാര്യം ഇതുപോലെയാണ്. ഓരോ ശാസ്ത്രങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഭാഗവതത്തിൽ അനവധി സ്ഥലത്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നു. ഇവൻ രാമായണത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഹേ മാ നിഷാദ്, അരുത് കാട്ടാള, നീ ഇങ്ങനെ ദുർബലനായി, നീ ഇങ്ങനെ അക്രമിയായി ജീവിക്കേണ്ടവരല്ല. നീ നിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാവും. ശാശ്വതമായൊരു ഗതിയിലേക്ക് നീ ഉയരാൻ ശ്രമിക്കൂ. വളരെ എത്ര ഗംഭീരമായൊരു ആഹ്വാനമാണ് മാ നിഷാദ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കോളേജ് യുവാക്കളോടൊക്കെ പറയാനുള്ളത് വാത്മീകി മഹർഷിക്കതായിരിക്കും. മാ നിഷാദ, അരുത് കാട്ടാളന്മാരെ. കുത്തിക്കൊല്ലാനും നശിപ്പിക്കാനല്ല നിങ്ങൾ കലാലയങ്ങളിൽ പോകേണ്ടത്. നിങ്ങൾ നശിപ്പിക്കേണ്ടവരല്ല, നിങ്ങൾ ഉയരേണ്ടവരാണ്, നന്നാവേണ്ടവരാണ്, ശ്രേഷ്ഠന്മാരാവേണ്ടവരാണ്. അന്ധമായ രാഷ്ട്രീയ തിമിരവും വെച്ചുകൊണ്ട് പരസ്പരം കൊന്നൊടുക്കി നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്? ജയിലറകളിൽ ജീവിതം മുഴുവൻ തീർത്ത് നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും? ഒരു ആയുസ് മുഴുവൻ ജയിലിൽ തീർത്തുകൊണ്ട് നശിക്കാനാണോ? ഇതാണോ നിങ്ങൾ വിചാരിക്കുന്ന ജീവിതം? നിൽക്കട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, പ്രാപ്തിയുണ്ട്. ആ കഴിവിനെ നമ്മൾ വേണ്ട വിധത്തിൽ
ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ മാറ്റിയെടുക്കാൻ തദ്വിദ്ധി അതറിയുന്നതിന് വേണ്ടി പരിപ്രശ്നേന ചോദ്യങ്ങളുമായിട്ട് ഗുരുക്കന്മാരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നും ഈ അറിവ് നേടുന്നു, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളാകുന്ന ഗുരുക്കന്മാരിൽ നിന്നും ഇതറിയുന്നു. ഗ്രന്ഥങ്ങൾ മതി, ഗീതയും ഭാഗവതവും ഡെയിലി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ നമ്മൾ സ്വന്തം മനസ്സിനെയാണ് മാറ്റിയെടുക്കേണ്ടത്. അതാണ് നമ്മുടെ കർത്തവ്യം, അതാണ് നമ്മുടെ ധർമ്മം, അതാണ് നമ്മുടെ ജോലി. അതിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന ചില അനുഷ്ഠാനങ്ങൾ നിരന്തരം അനുഷ്ഠിക്കുകയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ മനസ്സ് പരിവർത്തനം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ദുരിതങ്ങളിൽ കുരുങ്ങിപ്പോയ മനസ്സിനെ യു ക്യാൻ സ്ലോലി ഗ്രാജ്വലി ടേൺ ടുവേർഡ്സ് യുവർ പോസിറ്റീവ് പവർ. നിങ്ങളുടെ പോസിറ്റീവ് പവറിലേക്ക്, അതായത് നിങ്ങൾ സൂര്യപ്രകാശത്തിലേക്ക്, സൂര്യൻ്റെ ആ ശക്തിയിലേക്ക് എപ്രകാരമാണ് ഭൂമി കറങ്ങുന്നത്, അതുപോലെ നിങ്ങളുടെ പൂർണ്ണമായ ശക്തിയിലേക്ക് നിങ്ങൾ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കും. അപ്പം അതിനാണ് ഞാൻ മുൻപൊക്കെ പറയാല്ലേ സാധന എന്ന് പറയുന്നത്. പ്രാണായാമവും പ്രണവ ഉപാസനയും മന്ത്രോപാസനയും എത്ര കണ്ട് ആത്മാർത്ഥമായി നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടോ, അതേപോലെ അവനവൻ്റെ കർത്തവ്യങ്ങളിൽ മനസ്സ് മുഴുകി ഏകാഗ്രമാക്കി അത് ആസ്വദിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്രമേണ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ, കർത്തവ്യങ്ങളിൽ, നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നെഗറ്റീവായ ലോകത്തിൽ നിന്ന് നിങ്ങൾ പതുക്കെ ട്വിസ്റ്റ് ചെയ്യാണ്. എവിടെയോ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ നിങ്ങളുടെ കർമ്മമേഖലകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അണ്ടർസ്റ്റാൻഡ് യു ആർ ടേണിങ് ദ മൈൻഡ്. നിങ്ങൾ മനസ്സിനെ മൂവ് ചെയ്യിക്കുകയാണ്, മനസ്സ് പതുക്കെ കറങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ആലസ്യത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതം നയിച്ചാൽ നിങ്ങൾ ആലസ്യത്തിൽ തന്നെയാണ് കുരുങ്ങി നിൽക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ സകല മനോവിഷമങ്ങളും, ടെൻഷൻ, സ്ട്രെസ്സ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളപ്പോഴും നെഗറ്റീവിലാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരംശം മനസ്സ് പോസിറ്റീവായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു ശതമാനം മനസ്സപ്പോഴും നെഗറ്റീവാണ്. മനസ്സിൻ്റെ മാത്രം പ്രത്യേകത എന്ന് വെച്ചാൽ മനസ്സിനെ അതിന് ചില ഭാഗങ്ങളായിട്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഫുൾ മനസ്സിനെ ഉപയോഗിക്കാം, ഹാഫ് മനസ്സിനെ ഉപയോഗിക്കാം. ഈ ചില കടകളിൽ ചെന്ന പോലെയാണ് ഫുള്ള് ഹാഫ് എന്നൊക്കെയുള്ള ഭാഷയില്ലേ, അതേപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യം. ഫുള്ള് ഹാഫ് എന്നൊക്കെ ഉണ്ട്. അതായത് ഫുൾ മനസ്സിനെ നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, ഹാഫ് മനസ്സിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഫുൾ ഹാഫൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ദുഃഖത്തിൽ മുഴുകിയിരിക്കുമ്പോഴും വേറെയും ചില കാര്യങ്ങളൊക്കെ ചെയ്യാം, യാന്ത്രികമായി ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ പാർട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്തോളും. പക്ഷെ നിങ്ങളുടെ മുഴുവൻ മനസ്സിൻ്റെ നല്ലൊരു ശതമാനവും നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളിലാണ്. എന്നാൽ നിങ്ങൾക്ക് ഫുൾ മനസ്സിനെ നിങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് ഭൂരിപക്ഷം ആളുകളും മനസ്സിൻ്റെ ചെറിയൊരംശം, ഇപ്പോൾ സ്വപ്നം കാണുമ്പോൾ മുഴുവൻ മനസ്സും കാണുന്നില്ല, ചെറിയൊരംശം മാത്രമേ സ്വപ്നം കാണുന്നുള്ളൂ. അതുപോലെ അവനവൻ്റെ കർമ്മമേഖലകളിൽ ചെറിയൊരു ഭാഗം മാത്രമേ, ബുദ്ധി എന്ന് പറയുന്ന ഭാഗം മാത്രമേ വരുന്നുള്ളൂ. മനസ്സ് മുഴുവൻ അസ്വസ്ഥതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. അതുകൊണ്ട് ജോലി കഴിഞ്ഞ് വന്നാൽ വീണ്ടും അവർ പറയും ടൂ സ്ട്രെസ്ഡ് ആണ്, ബോറിംഗ് ആയിരുന്നു. അവരങ്ങനെ നരകം അനുഭവിക്കും. ജോലി അവർക്കൊരു നരകമാണ്. കാരണം അതിൽ ഫുൾ മനസ്സിനെ കൊണ്ടുവരാൻ, പൂർണ്ണമായ മനസ്സിനെ അതിലേക്ക് മുഴുവിപ്പിക്കാൻ അവർക്കറിയില്ല, അവർ പഠിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിലും മനസ്സിനെക്കുറിച്ച് നമ്മൾ മുഴുവൻ മനസ്സിലായെന്ന് വിചാരിക്കരുത്. മനസ്സിനെക്കുറിച്ച് എല്ലാ ടെക്നിക്കുകളും നമുക്കറിയാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പൂർണ്ണ മനസ്സിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വികാസത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരികയാണ്. അപ്പം അതുകൊണ്ട് കൃത്യമായ ചില അനുഷ്ഠാനങ്ങളിലൂടെ, ഇപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ മനസ്സിനെയാണ് നിങ്ങളതിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ പ്രണവോപാസന നിങ്ങൾ കണ്ണടച്ച് നിവർന്നിരുന്ന് മനസ്സങ്ങോട്ട് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നിങ്ങളങ്ങോട്ട് ജപിക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ മനസ്സിനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പരിശീലിപ്പിച്ച് മനസ്സിൻ്റെ ഹോൾ മൈൻഡ് നിങ്ങളൊന്നിലേക്ക് ഫോക്കസ് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ക്രമേണ നിങ്ങളിൽ പരിവർത്തനം ഉണ്ടാകും. അത് നമുക്ക് ക്രമേണ കാണാൻ പറ്റും. അങ്ങനെ പരിവർത്തനം ഉണ്ടാകുന്നതിൻ്റെ, ആ പരിണാമം ഉണ്ടാകുന്നതിൻ്റെ മാറ്റങ്ങളുടെ ആ ഗതിയാണ്, അല്ലെങ്കിൽ ആ ഒരു എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി ഇവിടെ മുതൽ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് അടുത്ത ശ്ലോകം മുതൽ
എങ്ങനെയൊക്കെയാണ് സാധന ചെയ്താൽ ഈ നെഗറ്റീവ് മൈൻഡ് പോസിറ്റീവ് മൈൻഡ് ആകുന്നതെന്ന് കൃഷ്ണൻ വിശദീകരിച്ച് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. നിയ വേദവ്യാസ കവിത